എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 5ാമത്തെ ലെസൺ ഊർജത്തിൻ്റെ ഉറവകൾ. ഈ പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് നോക്കുന്നത്. 1. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ ഇന്ധനങ്ങളെന്ന് പറയാം. ഉദാഹരണം വിറക്, മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ ഇവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് നമുക്കിപ്പോൾ പദാർത്ഥങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഖരം, ദ്രാവകം, വാതകം, അല്ലേ? അപ്പോൾ ഖര ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിറക്, കൽക്കരി. വിറക്, കൽക്കരിയൊക്കെ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. ദ്രാവക ഇന്ധനങ്ങൾ ഏതൊക്കെയായിരിക്കും? മണ്ണെണ്ണ, പെട്രോൾ, ഡീസൽ എന്നിവയൊക്കെ ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം LPG, CNG, ഹൈഡ്രജൻ എന്നിവയൊക്കെയാണ് കേട്ടോ. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? LPG, CNG, ഹൈഡ്രജൻ തുടങ്ങിയവ. നമുക്കറിയാം, ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത്, അല്ലേ? ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത്. അതിനാൽ ഇന്ധനങ്ങളെല്ലാം ഊർജ സ്രോതസ്സുകളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അടുത്തൊരു പോയിന്റ്: വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് മക്കളെ? ഏവിയേഷൻ ഫ്യൂവൽ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതായിരിക്കും? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ, അല്ലേ? കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. അടുത്തത് ഊർജ സ്രോതസ്സുകളെ 2ആയിട്ട് തിരിക്കാം, അല്ലേ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതും, അല്ലെങ്കിൽ പാരമ്പര്യേതര ഇന്ധനങ്ങൾ, അല്ലേ? എന്താണ് പാരമ്പര്യ ഇന്ധനം? പാരമ്പര്യ ഇന്ധനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്, അല്ലേ? പാരമ്പര്യ ഇന്ധനങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങളാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഭൂമിയുടെ അടിയിലേക്ക് പോയിട്ടുള്ള ജൈവാവശിഷ്ടങ്ങൾ, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇവയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഇന്ധനമാണ് എന്ത്? പാരമ്പര്യ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയില്ല, ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന ഇന്ധനമാണ്. ഉദാഹരണം ഏതൊക്കെയാണ്? പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ ഇവയൊക്കെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. ഇവയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുന്ന ഇന്ധനങ്ങളാണ്. ഉപയോഗിച്ചാൽ തീർന്നു പോവാത്ത ഇന്ധനങ്ങളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവില്ല. തിരമാല, സൗരോർജം, കാറ്റ് എന്നിവയൊക്കെ ഉദാഹരണമായിട്ട് പറയാം. പിന്നെ സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഏതായിരിക്കും? സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ല്. PSCയിൽ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സൗരോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം എന്താണ്? സോളാർ സെല്ല്. ഈ സോളാർ സെല്ലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിലിക്കണാണ് കേട്ടോ. സോളാർ സെല്ലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിലിക്കണാണ്. ഓക്കെ. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. പിന്നെ ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ ഊർജം ആവശ്യമാണ് കേട്ടോ. ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ ഊർജം ആവശ്യമാണ്. ഇത്രയൊക്കെ പോയിന്റുകളാണ് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്